ഞാൻ ആ കത്തിന്റെ ഉത്ഭവം അത് വ്യാജമായി ഉണ്ടാക്കിയതാണ്, ആ കത്ത് ആരുടേതാണെന്ന് തെളിയിക്കാൻ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ഒന്ന് ഞാൻ ആവശ്യപ്പെട്ടു, രണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നു. ഭരണ സംവിധാനത്തിന് കള്ളക്കളിയിൽ പങ്കുള്ളതുകൊണ്ടും അറിയാവുന്നതുകൊണ്ടും അവര് മറ്റൊരു കാഫിർ സ്ക്രീൻഷോട്ടായിട്ട് ഇത് മാറുമെന്നുള്ളതുകൊണ്ടും അവർ അന്വേഷിക്കാതെ വന്നാൽ കോടതിയെ സമീപിക്കുമെന്ന് ഞാൻ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു. അന്ന് ഞാൻ ഉത്തരം പറയാനല്ലോ, ഫ്ലക്സ് ബോർഡും കാര്യമൊന്നും ഇപ്പൊ ഉത്തരം പറയാൻ. വേറെന്നുണ്ടോ? വേറൊന്നും ചോദിക്കാനുണ്ടോ? വേറെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പറയാം, വോട്ടെണ്ണി കഴിഞ്ഞിട്ട് പറയാം. ഞങ്ങൾക്ക് ഗുണം ചെയ്തു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശബരിമല കൊള്ളയും അയ്യപ്പ സംഗമത്തിന്റെ മറവിലുള്ള മോഷണവും ഒന്നുകൂടി മറനീക്കി വ്യക്തമാക്കാൻ അവരുടെ ദുരാരോപണം ഞങ്ങളെ സഹായിച്ചു. അത് നികേഷിനെതിരെ നടപടി ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, KPCC പരാതി കൊടുത്തിട്ടുണ്ട്. ആ അക്കൗണ്ട് നിങ്ങൾ കോമൺ സെൻസ് ഉള്ളവരാണല്ലോ, നിങ്ങൾ മാധ്യമപ്രവർത്തകർ. സാധാരണക്കാൾ നിങ്ങൾ പഠനമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരല്ലേ, നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തനമല്ലേ, മാധ്യമപ്രവർത്തനമല്ലേ. എന്നാൽ പിന്നെ നികേഷിനോട് എൻ്റെ സുഹൃത്താണല്ലോ, MBR-ന്റെ മകനല്ലേ നികേഷ്. എന്നാൽ പിന്നെ അക്കൗണ്ടിൻ്റെ നമ്പറും ആ ബാങ്കിൻ്റെ ബ്രാഞ്ചും ഒന്ന് പറഞ്ഞാൽ പോരെ. If he is having the details, he should have furnished the details. കളവെന്ന് പറയും കേട്ടോ.